വീണ്ടും കേരളത്തിൽ കോവിഡ്-19 ഭീഷണി രൂക്ഷമാവുകയാണ്. പുതിയ വാർത്തയായി മാറിയിരിക്കുന്നത് തിരുവനന്തപുരം കരകുളത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡിന്റെ JN1 വകഭേദമാണ്. ഈ വകഭേദം സെപ്റ്റംബർ മാസത്തിൽ ലക്സംബർഗിലാണ് ആദ്യമായി കണ്ടെത്തിയത്. അമേരിക്കയിലും ചൈനയിലും ധാരാളം കേസുകൾ തുടർന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കേസ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ JN1 വകഭേദം? കുറച്ചു നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ്-19 ഒമിക്രോൺ വകഭേദത്തിന്റെ ഒരു പുതിയ രൂപാന്തരം തന്നെയാണ് ഈ JN1 വകഭേദം എന്ന് പറഞ്ഞ സംഗതി. ഈ ഒമിക്രോൺ പിന്നീട് പല പല വകഭേദങ്ങൾ രൂപപ്പെട്ടതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകഭേദമായിരുന്നു പിരോള വകഭേദം അല്ലെങ്കിൽ BA286 വകഭേദം എന്ന് പറയുന്നത്. ഈ പിരോള വകഭേദത്തിന്റെ സ്പൈക്ക് പ്രോട്ടീനിൽ ഒരു ഒറ്റ മ്യൂട്ടേഷൻ സംഭവിച്ചതിനെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട ഒരു പുതിയ വകഭേദമാണ് ഈ JN1 വകഭേദം. ഈ വകഭേദം അപകടകാരിയാണോ എന്നൊരു ചോദ്യമാണ് പല ആളുകളും വിളിച്ചു ചോദിക്കുന്നത്. അത്ര അപകടകാരിയാണ് എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ വളരെ പെട്ടെന്ന് പ്രചരിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. മുൻ വകഭേദങ്ങളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് പടരാനുള്ള ഒരു സാധ്യത ഇതിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ചുരുങ്ങിയ സമയം കൊണ്ട് ഒട്ടേറെ ആളുകളിലേക്ക് ഈ വകഭേദം പടരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് രോഗബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും നമ്മുടെ വീടുകൾക്കുള്ളിൽ കഴിയേണ്ട കൂടുതൽ പരിചരണം, കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള വയോജനങ്ങൾക്കും രോഗബാധിതരായ വ്യക്തികൾക്കും വിവിധതരം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾക്കും ഈ വകഭേദം വന്നു കഴിഞ്ഞാൽ അത് സങ്കീർണമാകാനും ഒരുപക്ഷെ അവരിൽ അത് മരണകാരണമാകാനും സാധ്യതയുണ്ട്. നേരത്തെ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രോഗബാധിതരുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയെത്താൻ സാധ്യതയുണ്ട്. അത് ആരോഗ്യ സേവനങ്ങളെ ഒരു ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് ആളുകൾ ഈ പനിക്ക് ചികിത്സ തേടി വരുമ്പോൾ ഒരുപക്ഷെ വളരെ ഗൗരവമുള്ള രോഗാവസ്ഥ ഉള്ള ആളുകൾക്ക് കൃത്യമായ ശ്രദ്ധ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടാകാം. അത് ഒരുപക്ഷെ അവരിൽ അത് മരണകാരണമാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ JN1 എന്ന വകഭേദം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ മറികടന്നുകൊണ്ട് പോകാൻ സാധ്യതയുള്ള ഒരു വകഭേദമാണ്. കാരണം നമുക്കറിയാം, വാക്സിനുകളൊക്കെ നിർമ്മിക്കപ്പെട്ടിരുന്നത് ആദ്യകാലത്തുണ്ടായ വകഭേദങ്ങളുടെ അതിനെ പ്രതിരോധിക്കുന്ന ഒരു തരത്തിലായിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം പുതിയ പുതിയ മ്യൂട്ടേഷൻ വരുമ്പോഴും പുതിയ പുതിയ വകഭേദങ്ങൾ വരുമ്പോഴും ഈ രോഗപ്രതിരോധ ശേഷിയെ മറികടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഈ പുതിയ വകഭേദങ്ങൾക്ക് വരുന്നു. ഭാഗ്യവശാൽ JN1 വകഭേദം അധികം മാരകമായ ഒരു വകഭേദമല്ല. മിക്കവാറും ആളുകളിലൊക്കെ ആ രോഗം ബാധിക്കുമ്പോൾ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ വിശ്രമം എടുത്തു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ നിയന്ത്രണത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ പ്രധാന പ്രശ്നം ഒട്ടേറെ ആളുകളിലേക്ക് ഇത് പടരാനുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വകഭേദമാണ് എന്നുള്ളതാണ്. ഈ JN1 വകഭേദം ഒരുപാട് ആളുകളിലേക്ക് പടരുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് സ്വീകരിക്കേണ്ട മുൻകരുതൽ. ഇതിനുവേണ്ടി കോവിഡിന്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന 3 അടിസ്ഥാന കാര്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത്. തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ പോവുക എന്നുള്ളതാണ് നല്ലത്. അത് N95 മാസ്കോ അല്ലെങ്കിൽ 3 പാളികളുള്ള 3 ലെയർഡ് മാസ്കോ തന്നെ ധരിച്ചുകൊണ്ട് മാത്രം പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അത്യാവശ്യമല്ലാത്ത കൂടിച്ചേരലുകൾ കഴിയുന്നത്ര ഒഴിവാക്കുക. ഇപ്പൊ കല്യാണങ്ങളോ അതുപോലെ വിനോദ പ്രാധാന്യമുള്ള കൂടിച്ചേരലുകളോ കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ജോലിയുടെ ഭാഗമായി അടിയന്തര സ്വഭാവമുള്ള കൂടിച്ചേരലുകൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കും. അത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായും N95 അല്ലെങ്കിൽ 3 ലെയർഡ് മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രം പോവുക എന്നുള്ളതാണ്. നമ്മൾ സഞ്ചരിക്കുമ്പോൾ കഴിയുന്നത്ര എയർ കണ്ടീഷൻ ഉപയോഗിക്കാതെ വാഹനങ്ങളുടെ ജനലുകൾ തുറന്നിട്ട് തന്നെ സഞ്ചരിക്കുക. ഓഫീസുകളിലും ജനലുകൾ തുറന്നിട്ടിട്ട് എയർ കണ്ടീഷൻ കഴിയുന്നത്ര ഉപയോഗിക്കാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും ഒരു പ്രതലത്തിൽ കൈകൾ സ്പർശിച്ചാൽ സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡ് കൈകൾ കഴുകിയ ശേഷം മാത്രം മുഖത്തോ മൂക്കിലോ മറ്റ് ശരീരഭാഗങ്ങളിലോ കൈകൾ സ്പർശിക്കുക എന്നുള്ളതും പ്രധാനമാണ്. കാരണം നമ്മൾ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ വകഭേദമുള്ള ഒരു വ്യക്തി കുറച്ചു നേരത്തെ അവിടെ ഇരുന്നിട്ടുണ്ടാകാം. അദ്ദേഹം ചുമച്ചപ്പോഴോ തുമ്മിയപ്പോഴോ അദ്ദേഹത്തിന്റെ ശ്വാസത്തിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ ആ പ്രതലത്തിൽ വീണിട്ടുണ്ടാകാം.
ഏതാനും നേരത്തെ കൂടെ ആ പ്രതലത്തിൽ ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാം. അതുകൊണ്ട് എവിടെയെങ്കിലും കൈകൾ കൊണ്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ച് ഒരു 20 സെക്കൻഡ് കഴുകിയ ശേഷം മാത്രം, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കിയ ശേഷം മാത്രം മുഖത്ത് സ്പർശിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും പ്രധാനമാണ്. കഴിയുന്നത്ര സാമൂഹ്യ അകലം പാലിക്കുക എന്നുള്ളതാണ്. വീട്ടിൽ അതിഥികളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. നമ്മളും ഈ ഗൃഹസന്ദർശനങ്ങൾ നടത്തുന്നതും മറ്റും കഴിയുന്നത്ര ഒഴിവാക്കുക. പ്രത്യേകിച്ച് രോഗബാധിതരായ ആളുകളെ സന്ദർശിക്കാൻ പോകുന്ന ശീലം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. കാരണം ക്യാൻസർ ബാധിച്ചോ തീവ്രമായ പ്രമേഹമോ ഹൃദ്രോഗമോ വൃക്കരോഗമോ ഒക്കെ ബാധിച്ച് കഴിയുന്ന ആളുകൾക്ക് പലർക്കും അവരുടെ രോഗപ്രതിരോധ ശക്തി വളരെ വളരെ കുറവായിരിക്കും. ഇവരാണ് ഈ വകഭേദം വളരെ പെട്ടെന്ന് പിടിപെടാനും അതിൻ്റെ സങ്കീർണതകളിലേക്ക് പോകാനും സാധ്യമുള്ള വിഭാഗം. അതുകൊണ്ട് തന്നെ രോഗികളായ ബന്ധുക്കളോ പരിചയക്കാരോ ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ പോയി സന്ദർശിക്കുന്നത് തൽക്കാലത്തേക്ക് ഒഴിവാക്കുക. ഫോണിലൂടെ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മാത്രം മതിയാകും. വീഡിയോ കോൾ വഴിയൊക്കെ അവരെ കാണാനും അവരോട് നേരിട്ട് ഇടപെടാനും ഒക്കെ ഇന്ന് സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നേരിട്ട് ഗൃഹസന്ദർശനം നടത്തുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുക. അതോടൊപ്പം നമ്മുടെ പരിചയക്കാരായ ധാരാളം ആളുകൾ ആശുപത്രിയിൽ വിവിധ തരം പനികൾ ബാധിച്ച് അഡ്മിറ്റ് ആയിട്ടുണ്ടാകും. COVID-19 മാത്രമല്ല, മറ്റ് പലതരം വൈറൽ പനികളും ഇന്നത്തെ കാലത്ത് വ്യാപകമാണ്. ഡെങ്കിപ്പനി വ്യാപകമായി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബന്ധുക്കളെയോ പരിചയക്കാരെയോ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുന്നതും തൽക്കാലം ഒഴിവാക്കേണ്ടതാണ്. കാരണം ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾക്ക് പലർക്കും ഈ പറഞ്ഞ പോലെയുള്ള പകർച്ചപ്പനികൾ ഉണ്ടാകാം. അവിടെ പൂർണ്ണ ആരോഗ്യവാനായി രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന നമ്മൾ തിരിച്ച് ഈ വൈറസുമായിട്ടായിരിക്കും മടങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചു നാളത്തേക്കെങ്കിലും ആശുപത്രി സന്ദർശനം പൂർണ്ണമായി ഒഴിവാക്കുക. ആശുപത്രിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരനായി പോകുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ പോകാം. അല്ലാതെ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ ആശുപത്രിയിൽ പോകുന്നത് തൽക്കാലം പൂർണ്ണമായി ഒഴിവാക്കാം. JN1 വൈറസിന്റെ ലക്ഷണങ്ങൾ ഇതിനു മുൻപ് വന്നിട്ടുള്ള കോവിഡ് വകഭേദങ്ങളുടെ ലക്ഷണങ്ങളുമായിട്ട് വളരെ സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ്. പനി, മൂക്കൊലിപ്പ്, ജലദോഷം, തൊണ്ടവേദന എന്നിവ തന്നെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചില വ്യക്തികളിൽ തലവേദനയും ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ശക്തമായ വേദനയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയൊരു ശതമാനം ആളുകൾക്ക് വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദഹനക്കേട്, നെഞ്ചരിച്ചിൽ, ഓക്കാനം, ഛർദി, വയറ്റിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളും ഇവരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഈ പനി പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ ചെറിയ തോതിലുള്ളൊരു ക്ഷീണം പ്രകടമാകും. ആ ക്ഷീണത്തോടൊപ്പം തന്നെ മൂക്കൊലിപ്പ്, ശബ്ദത്തിൽ കുറച്ച് വ്യത്യാസം വരിക തുടങ്ങിയ ലക്ഷണങ്ങളും കാണും. ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ പൂർണ്ണമായ വിശ്രമത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിഹാരമാർഗം. ഒരു 5 ദിവസം മുതൽ 7 ദിവസം വരെ പൂർണ്ണ വിശ്രമം പുലർത്തുക. ജോലിക്ക് പോകാതിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. വീട്ടിൽ തന്നെ പ്രായം ചെന്ന ആളുകളോ മറ്റെന്തെങ്കിലും ഗൗരവ സ്വഭാവമുള്ള രോഗം ബാധിച്ച ആളുകളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുക തന്നെ ചെയ്യുക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുള്ള ആള് തീർച്ചയായിട്ടും ടെസ്റ്റിങ്ങിന് വിധേയനാകുന്നത് നല്ലതാണ്. കോവിഡ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഈ ടെസ്റ്റിങ്ങിലൂടെ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മുറിക്കുള്ളിൽ വീട്ടിലുള്ള മറ്റുള്ളവരിൽ നിന്നും അകന്ന് ഒരു മുറിക്കുള്ളിൽ തന്നെ ആ രോഗം ഭേദമാകുന്നവരെ കഴിയുന്നതാണ് നല്ലത്. ഭക്ഷണവും മറ്റു കാര്യങ്ങളും ആ മുറിയുടെ വാതിൽക്കലേക്ക് എത്തിച്ചു കൊടുക്കാം. അതിനുശേഷം ആ പാത്രം ഭക്ഷണം കഴിച്ചിട്ട് കഴുകിയതിന് ശേഷം തിരിച്ച് പുറത്തു വെക്കാം. ഈ രീതിയിൽ ഒരാഴ്ചയെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് അകന്ന് കഴിഞ്ഞാൽ മിക്കവാറും ആളുകളിൽ രോഗലക്ഷണങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ പനിയെ അവഗണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും മഴ കൊള്ളുകയും വെയിൽ കൊള്ളുകയും തീവ്രമായി ശാരീരികമായ അധ്വാനത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ ഇത് വഷളാകാൻ സാധ്യതയുണ്ട്. ഈ വൈറസ് അണുബാധ മൂലം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത് മൂലം ബാക്ടീരിയൽ അണുബാധ സെക്കൻഡറി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് വീണ്ടും ഈ രോഗാവസ്ഥയെ വഷളാക്കാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ വൈറൽ പനി മാറിക്കഴിഞ്ഞതിന് ശേഷവും ഒരു 1-2 ആഴ്ചത്തേക്കെങ്കിലും കഠിനമായ ശാരീരിക അധ്വാനത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. സ്വാഭാവികമായ ജോലികളും പ്രവർത്തനങ്ങളും ഒക്കെ ആകാം, പക്ഷെ ഭാരമെടുക്കുക, വലിയ തോതിൽ മല കയറുക, അങ്ങനത്തെ കഠിനമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരം വൈറസുകൾക്കെല്ലാം ഈ ഹൃദയത്തിന്റെ പേശിയെ ബാധിക്കുന്ന തരത്തിലുള്ള മയോകാർഡൈറ്റിസ് എന്നൊരു സങ്കീർണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ വൈറൽ പനികൾക്കും ഇത് വരാം, ഈ കോവിഡിനും അത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പനി മാറി ഒരു 2 ആഴ്ചത്തേക്കെങ്കിലും കഠിനമായ ശാരീരിക അധ്വാനത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. അതും കൂടെ ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വാക്സിൻ എടുത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരെ അപേക്ഷിച്ച് വൈറസ് ബാധ ഉണ്ടാകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. പക്ഷേ 100% അവർ സുരക്ഷിതരാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാക്സിനുകൾ ആദ്യം വികസിപ്പിച്ചെടുത്തത് അന്ന് ലഭ്യമായിരുന്ന വൈറസുകളുടെ ഘടന പഠിച്ച ശേഷം
അവയെ പ്രതിരോധിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയായിരുന്നു. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള പല വൈറസ് വകഭേദങ്ങളും പുതിയ പുതിയ മ്യൂട്ടേഷനുകൾ സംഭവിച്ചിരിക്കുന്നു. ഈ ഓരോ തരത്തിലുള്ള മ്യൂട്ടേഷനുകൾ സംഭവിക്കുമ്പോഴും ഇതിനു മുൻപ് ഈ വാക്സിനുകൾ എടുത്ത് നമ്മൾ സംഭരിച്ച രോഗപ്രതിരോധ ശേഷിയെ ഒരു പരിധി വരെയെങ്കിലും മറികടന്നു പോകാനുള്ള ഒരു കരുത്ത് ഈ വൈറസുകൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്ത വ്യക്തികൾക്കും ഈ പുതിയ വകഭേദങ്ങൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് വാക്സിൻ എടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം തങ്ങൾക്ക് ഒരിക്കലും ഈ രോഗം വരില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. വാക്സിൻ എടുത്ത ആളുകൾ പോലും കൃത്യമായിട്ട് മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രം പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുക, സാമൂഹിക അകലം പാലിക്കുക, കൈകൾ ശുചിയായി സൂക്ഷിക്കുക. ഈ കാര്യങ്ങൾ വാക്സിൻ എടുത്ത ആളുകളും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. ഒരുപക്ഷെ വാക്സിൻ എടുത്ത ആളുകൾക്ക് വാക്സിൻ എടുക്കാത്ത ആളുകൾക്ക് ഉണ്ടാവുന്ന അത്രയും തീവ്രതയോടുകൂടി രോഗം വരില്ലായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഒരു 100% സുരക്ഷിതത്വത്തെ കരുതി മാസ്ക്, സാമൂഹ്യാകലം, വ്യക്തി ശുചിത്വം എന്നിവ വാക്സിൻ എടുത്ത ആളുകളും കൃത്യമായി പാലിക്കുന്നത് തന്നെയാണ്